ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ വീടിൻ്റെ ഒരു സൈഡ് ഫുള്ള് കാട് പിടിച്ച് കിടപ്പുണ്ടായിരുന്നേ. പക്ഷേ ആ കാട്ടിൽ നല്ല നല്ല പൂക്കളുണ്ടായിരുന്നു. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഒരു പാമ്പിനെയും കൂടി ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വിചാരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. നല്ല പാമ്പുണ്ട്, ഇതാണ്ട് ഇതേപോലത്തെ ചിലന്തി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. എന്താകുമോയെന്ന് അറിയത്തില്ല. എന്തായാലും ഇത്രയും വലിയ കാട് ഞങ്ങൾ വൃത്തിയാക്കിയത് അവസാനം ഒന്ന് കാണണം കേട്ടോ. വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയതാണ്. 6 മണിയായപ്പോഴത്തേക്കും കുറേയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ടേ. കുറച്ച് പുല്ല് ചേച്ചി വെട്ടും, ബാക്കി ഞാൻ വെട്ടും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു മൺവെട്ടി മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഈ പുല്ല് ഉണ്ടോ ഇളകി വരാൻ നല്ല പാടാണ് കേട്ടോ. അങ്ങനെ ഇത് വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ചേച്ചീൻ്റെ കൈ നല്ല രീതിക്കൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനാണ് കേട്ടോ അടുത്ത പുല്ല് വെട്ടാനായിട്ട് പോകുന്നത്. വെട്ടിയ പുല്ലെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് തീ ഇടാൻ വേണ്ടി. പക്ഷേ തീ കത്തിച്ചപ്പോഴത്തേക്കും ആണെങ്കിൽ ഒന്നും കത്തിയില്ല, കാരണം പച്ച ആയതുകൊണ്ട് കത്തില്ലായിരുന്നല്ലോ. അങ്ങനെ അതെല്ലാം അവിടെ കൂട്ടിയിട്ട് വീണ്ടും അടുത്ത ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. പക്ഷേ ഈ പുല്ല് കണ്ടോ, ഇങ്ങനെ നല്ല രീതിക്ക് ബലം ഉണ്ടായിരുന്നു കേട്ടോ. വരുന്നില്ല, വലിച്ച് നോക്കിയിട്ടും അത് വരാത്ത പുല്ല് ഇങ്ങനെ നല്ല രീതിക്ക് കിടക്കുമായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചെടുത്തു. ഇനി അടുത്ത ചേച്ചിയാണ് കേട്ടോ പുല്ല് ചെത്തുന്നത്. ഞാനും ചേച്ചിയും മത്സരിച്ച് ചെത്തായിരുന്നു കേട്ടോ. കാരണം എങ്ങനെയെങ്കിലും 4 മണിക്ക് തുടങ്ങിയതാണ്, ഒരു 6 മണിയാകുമ്പോഴത്തേക്കും കഴിയണമെന്നും പറഞ്ഞ് വേഗം. പക്ഷെ നല്ല ബലമുള്ള പുല്ലാണ് കേട്ടോ, ഭയങ്കര പാടായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചെടുത്തു. പിന്നെ എൻ്റെ അനിയനും കൂടി വന്നൊന്ന് സഹായിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ കണ്ടോ, ആ പുല്ല് ചെത്തിയിട്ടും എങ്ങനെയെങ്കിലും പുല്ലെല്ലാം ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. പിന്നീട് അത് 2 ഭാഗത്തിട്ട് കത്തിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും ആണെങ്കിൽ പുല്ലൊന്നും കത്തുന്നില്ല, പച്ച പുല്ലായതുകൊണ്ട്. ഇത്രയും ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയെങ്കിലും ക്ലീൻ ആക്കുമെന്ന് വിചാരിച്ചില്ല, കാരണം അത്രയ്ക്ക് വേണ്ടി പുല്ലുണ്ടായിരുന്നു. എല്ലാം ദാണ്ട് വെട്ടി ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടിട്ടുണ്ട്, കാരണം അത് ഉണങ്ങിയിട്ട് ഇനി കത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ ക്ലീൻ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ഇത്രയും ക്ലീൻ ചെയ്തതാണ്. ഞാനും ചേച്ചിയും കൂടിയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇവിടെ എല്ലാം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം കേട്ടോ.